തോട്ട്സ് ഓഫ് അവർ ടൈംസിലേക്ക് സ്വാഗതം. ഇന്ന് ലഹരിയെക്കുറിച്ച്. മാനസികമായും ശാരീരികമായും മനുഷ്യനെ നശിപ്പിക്കുന്നവയാണ് ലഹരി എന്ന് നമുക്കറിയാം. പലപ്പോഴും കുട്ടികളാണ് ഇതിന്റെ കെണിയിൽപ്പെടുന്നത്. വേണ്ടത്ര അറിവില്ലാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. പക്ഷെ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാവുന്ന മുതിർന്നവരും ഇതിന്റെ കെണിയിലാണ്. കൗതുകത്തിനോ രസത്തിനോ നേരം പോക്കിനോ അല്ലെങ്കിൽ ചിലർക്ക് ധൈര്യം ലഭിക്കുന്നതിനോ ഒക്കെയാണ് ഇത് ഉപയോഗിച്ചു തുടങ്ങുന്നത്. പക്ഷേ മോചനം ലഭിക്കാത്ത വിധം അതിലേക്ക് മുങ്ങിത്താഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. ലഹരി നിർമ്മാർജ്ജനത്തിനും നിയന്ത്രണത്തിനും നിയമം ശരിയായ അവബോധത്തിലൂടെ കൂട്ടായ യജ്ഞത്തിലൂടെ അവരെ കരകയറ്റാൻ കഴിയും എന്നുകൂടി നാം അറിയേണ്ടത്. ലഹരി പദാർത്ഥങ്ങളായി ഉപയോഗിക്കുന്നവയിൽ പലതും മരുന്നിനായി ഉപയോഗിക്കുന്ന സസ്യങ്ങളാണ് എന്നതും കൗതുകമുള്ള കാര്യമാണ്. അടയ്ക്കയും പുകയിലയും അത്തരത്തിലൊന്നാണ്. പലതരത്തിലുള്ള കറുപ്പ് ചെടികൾ അലങ്കാര സസ്യങ്ങളായും വേദന സംഹാരികളായും ഉപയോഗിക്കുന്നു. അതുപോലെ കൊക്കയിൽ, ഇതൊക്കെ ഇപ്പോൾ ലഹരി പദാർത്ഥങ്ങളായാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ വ്യാപകമാകട്ടെ. ലഹരി വിമോചന കൗൺസിലിംഗും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുക. പരിശോധന വ്യാപകമാക്കുന്നതോടൊപ്പം വിൽപ്പനക്കാരെ തിരിച്ചറിയുക മാത്രമല്ല, ഉറവിടം കൂടി കണ്ടെത്തണം. പറിച്ചു കളയുന്നത് വേരുകളെയാണ്.